السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قال رسول الله صلى الله عليه وسلم: أكثر الذكر هادم اللذات. സ്നേഹാദരണ്യരായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, അഥവാ ബലവത്തായി ഉപദേശിക്കുന്നു. അങ്ങനെ ജീവിച്ച് നരകാഗ്നിയിലും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ എപ്രകാരമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാരായണം ചെയ്ത് അപ്രകാരം പഠിച്ചറിഞ്ഞുകൊണ്ട്, അതിൻ്റെ അർത്ഥത്തോടു കൂടി തന്നെ പഠിച്ചറിഞ്ഞുകൊണ്ട്, അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പഠിച്ചറിഞ്ഞുകൊണ്ട് നബിയും സഹാബത്തും ഏൽപ്പിച്ച മാർഗം മാ ആന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലാണോ ആ മാർഗം പഠിച്ചറിഞ്ഞ് മാതൃകളായി ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമ്മൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ശിർക്ക് എന്ന മഹാപാപം നമ്മൾ അമലുകളൊക്കെ തന്നെ നശിപ്പിച്ചു കളയും. അത് വരാതെ തൗഹീദോട് ജീവിക്കുക, അതാണ് നാം പരിശ്രമിക്കേണ്ടത്. ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് അർപ്പിക്കുക, അതാണ് തൗഹീദ്. ആരാധനകൾപ്പെട്ട എന്തെങ്കിലും ഒന്ന് ശിർക്ക് അർപ്പിച്ചാൽ ശിർക്ക് വരും. തൗഹീദ് ഉലൂഹിയ, അതാണ്. റുബൂബിയ വേറെയുണ്ട്, അസ്മാ സിഫാത്ത് വേറെയുണ്ട്. അതൊക്കെ തന്നെ ഖുർആനിലൂടെ ഹദീസിലൂടെ നാം പഠിച്ചറിയണം. അങ്ങനെ ഈമാൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചറിയണം, ഖുർആൻ അർത്ഥത്തോട് പഠിച്ചറിയണം. അപ്പോഴാണ് നമുക്കതിൻ്റെ വിശദീകരണം മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പ്രബോധനം ചെയ്തത് തൗഹീദ് ഉലൂഹിയയാണ്. കാരണം
മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ തൗഹീദ് ഉലൂഹിയിലായിരുന്നു മുഖ്യമായും തെറ്റ് വന്നിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒന്നാമത്തെ പ്രബോധനം തൗഹീദ് ഉലൂഹിയ ആയത്. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് നിങ്ങൾ പറയുവാൻ പ്രഖ്യാപിക്കുകയും മനസ്സാ വാച കർമ്മണ സ്വീകരിക്കുകയും എങ്കിൽ നിങ്ങൾക്ക് വിജയം വരിക്കാം എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പ്രബോധനം ചെയ്തത്. കാരണം എന്തുകൊണ്ട് റുബൂബിയ്യക്കും അസ്മാ സിഫാത്തുകൾക്കും പ്രാധാന്യം നൽകിയില്ല? അത് നമുക്ക് മനസ്സിലാകുന്നത് മക്കക്കാരായിരുന്ന മുശ്രിക്കീങ്ങളോട് പല ചോദ്യങ്ങൾ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് ആ ഉത്തരത്തിൽ നിന്നും ഖുർആനിൽ നൽകുന്ന ഉത്തരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ആരാണ് ആകാശങ്ങൾ സൃഷ്ടിച്ചത്? ആരാണ് അത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് മഴ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? പോലുള്ള ധാരാളം ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ അവർ അല്ലാഹ് അല്ലാഹ് എന്ന് സയഖൂലു ലില്ലാഹ് അങ്ങനെയും മറുപടി പറഞ്ഞിട്ട് എല്ലാം അള്ളാഹുവിനാകുന്നു, നിയന്ത്രണാധികാരം അള്ളാഹുവിനാകുന്നു, സൃഷ്ടിച്ച അള്ളാഹു ആകുന്നു, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു ആകുന്നു എന്നൊക്കെ അവർ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുന്നു? അവർ ഭാഗ്യമായിട്ടെങ്കിലും വിശ്വസിച്ചിരുന്നു. എന്നാൽ പരലോകത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. മരണാനന്തരം ജീവിതമുണ്ട് എന്നതിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അക്കാര്യം ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എല്ലായി തീർന്ന ശേഷം മണ്ണായി തീർന്ന വീലും ഒഴുത്തിലും പിക്കളോ അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നായിരുന്നു വാദിച്ചിരുന്നത്. അത് തൗഹീദ് ഉലൂഹിയ എന്തുകൊണ്ട് മുഖ്യമായി പ്രബോധനം ചെയ്തു? 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു 5 വഖ്ത് നമസ്കാരം പോലും നിർബന്ധമാക്കാതെ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് മക്കയിലുള്ള മുശ്രിക്കുകളെ തസ്കിയത്ത് ചെയ്യുകയായിരുന്നു, അവരെ ശുദ്ധീകരിക്കുകയായിരുന്നു. പിന്നീടാണ് 13 വർഷമാണ് 5 വഖ്ത് നമസ്കാരം പോലും നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വായിച്ചു പഠിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാണല്ലോ ഖുർആൻ അവതരിപ്പിച്ചത്. നാളെ ഖബറിൽ നിന്ന് ചോദിക്കും, മാ ഇൽമുക, നാം മറുപടി പറയണം, ഖറഅ്തു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, ഞാൻ സത്യമാക്കി എന്ന്. അപ്പോൾ വായിച്ചു പഠിക്കുന്നതോടുകൂടി അതിൽ വിശ്വസിക്കുകയും വേണം. വിശ്വസിക്കുന്ന അർത്ഥം പഠിക്കേണ്ടതില്ലേ? ചിന്തിക്കുക. വസദ്ദഖ്തു ബിഹി, ഞാൻ സത്യമാക്കി എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു, ആ മാതൃക നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹദീസിനോട് പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ തഫ്സീറാണ് ഹദീസ്. അതും നാം എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ഇനി ഊതിൽ ഖുർആന മിഥ്ലുമാകും, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനും ഹദീസും പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാകുന്നു. 23 വർഷക്കാലമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായും കൊണ്ട് പ്രവാചകനായും കൊണ്ട് ജീവിച്ചത്. ഈ 23 വർഷക്കാലത്തിൽ കൊണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഖുർആൻ്റെ പ്രാധാന്യം അത് അർത്ഥത്തോട് വായിച്ച് പഠിക്കണം.
തൗഹീദ് എന്ത്, ശിർക്ക് എന്ത്, അതേപോലെ തന്നെ പരലോക ജീവിതത്തെ സംബന്ധിച്ച്, മരണമാനന്തര ജീവിതം അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ മുഖ്യമായും പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ വിശ്വസിക്കേണ്ടതുണ്ട്. ഈമാൻ കാര്യത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. അള്ളാഹുൽ വിശ്വാസം, അള്ളാഹുവിൻ്റെ മലക്കുൽ വിശ്വാസം, ഗ്രന്ഥങ്ങൾ വിശ്വാസം, പ്രവാചകങ്ങളാൽ വിശ്വാസം, ഖൈറും ശറും അള്ളാഹുവിൽ വിശ്വാസം, അവസാന നാളായ ഖിയാമത്ത് നാൾ വിശ്വാസം. ഇതിൻ്റെ വിശദീയ രൂപമാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും അർത്ഥത്തോട് പഠിച്ചറിയുക, അത് എപ്രകാരമാണോ അവതരിപ്പിച്ചത് അപ്രകാരം പാരായണം ചെയ്യുവാൻ ശീലിക്കുക, അതുകൂടി പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. അപ്പം തൗഹീദ് എന്ത്, ശിർക്കെന്ത്, സുന്നത്തെന്ത്, ബിദ്അത്തെന്ത്, അതാണ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം തൗഹീദോട് മരിച്ചെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. ശിർക്കോടുകൂടി മരിച്ചവർക്ക് ഒരിക്കലും സ്വർഗം കരസ്ഥമാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രബോധനം ചെയ്തുകൊണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. ഖുർആൻ തന്നെ അക്കാര്യം വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നാൽ എന്തായിരുന്നു ഒരു അപകടം? അള്ളാഹുവിന് പുറമേ അവരെന്ത് ചെയ്തിരുന്നു? നൂഹ് നബി ഇസ്ലാം മുതൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുൻ കഴിഞ്ഞു പോയ മഹാന്മാർ, മരിച്ചുപോയ മഹാന്മാരുടെ പ്രതിമകൾ കഅബാലയത്തിൽ ഉണ്ടാക്കിയും പ്രതിമകൾ ഉണ്ടാക്കാതെയും അവർക്ക് ആരാധനകൾ അർപ്പിച്ചിരുന്നു. ആരാധനകൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആ, പ്രാർത്ഥന, അത് തന്നെയാവുന്ന ആരാധന. ഏതൊരു കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് ആരാധന ആവണമെങ്കിൽ എന്ത് വേണം? അതിൽ പ്രാർത്ഥന ഉണ്ടാവണം. അതും ആ പ്രാർത്ഥന നമുക്ക് വാക്കുകൾ കൊണ്ടാവാം, മനസ്സുകൊണ്ടും ആവാം. ഇന്നമൽ അമാൽ ബിന്നിയാത്ത്, അമലുകളൊക്കെ തന്നെ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്. നിയ്യത്ത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നാം ഏതൊരു കർമ്മം ചെയ്യുന്നുവോ, പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് നിയ്യത്തുണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, നരകത്തിൽ നിന്നും രക്ഷ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നാം പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി കൊണ്ടല്ലാതെ ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. നമ്മൾ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം. നരകത്തിൽ ഇട്ട് ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ സ്വർഗങ്ങളുടെ പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ നരകം കൊണ്ടൊരു ഭയപ്പാടും ഉണ്ടാവണം. സത്യവിശ്വാസികൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നാം പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി എപ്പോഴും സദാ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ തൗഹീദിൻ്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കനായി മറ്റാരുമില്ല എന്നുള്ള കാര്യം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആവർത്തിച്ച് നാം പാരായണം ചെയ്യണം. അതേപോലെ തന്നെ വിശ്വാസമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ള കാര്യം ആവർത്തിച്ച് നാം പ്രതിജ്ഞ ചെയ്യേണ്ടത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന റസൂലുള്ളാഹ്. മാത്രമല്ല ആ പ്രതിജ്ഞയിൽ തന്നെ ആയിരിക്കണം നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പറഞ്ഞു വന്നത്, മക്കയിലുള്ള മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, അള്ളാഹു ഒഴിയുള്ളവർക്കും ആരാധനകൾ അർപ്പിച്ചിരുന്നു. മലക്കുകൾക്കും ജിന്നുകൾക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അള്ളാഹുവിൻ്റെ പല സൃഷ്ടികൾക്കും, സൂര്യനും ചന്ദ്രന്,
ബിംബങ്ങൾ ഉണ്ടാക്കിയും ഉണ്ടാക്കാതെയും ഒക്കെ തന്നെ ആരാധനകൾ അർപ്പിച്ചിരുന്നു എന്നാണല്ലോ നാം പറഞ്ഞു വന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെയും ബിംബങ്ങൾ പോലും കഅബാലയത്തിൽ സ്ഥാപിച്ചിരുന്നു. 160ഓളം ബിംബങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിൻ്റെ ദിവസത്തിലാണ് അതെല്ലാം അവിടെ നിന്നും എടുത്തു മാറ്റിയത്. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാധീനമുണ്ടായിരുന്നില്ല. സ്വാധീന ശക്തി കിട്ടിയ അന്ന് മുതൽ കഅബാലയം ശുദ്ധീകരിച്ചു. അതിനു മുമ്പേ ഹൃദയത്തിൽ നിന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിംബങ്ങളെ എടുത്തു മാറ്റിയത്. ജനങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹു ഒഴികെയുള്ളവരെ ആരാധിക്കാനുള്ള മനസ്സ് ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ആ ഇരുളറിഞ്ഞ മനസ്സുകളിലേക്ക് പ്രകാശം, ഖുർആൻ പ്രകാശം ഇൽമ് എത്തിച്ചുകൊണ്ട് ആയിരുന്നു ശുദ്ധീകരിച്ചത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹൃദയത്തിൽ നിന്നും ശിർക്കൻ വിശ്വാസാചാരങ്ങൾ നീക്കുന്നതോടുകൂടി ഏകദൈവ വിശ്വാസം, തൗഹീദ്, വഹ്ദാനിയത്ത് ഹൃദയത്തിൽ കയറി വരും. ഇരുട്ടിലേക്ക് ടോർച്ചടിച്ച പോലെ. ഇരുട്ട് പോയാൽ, ഇരുട്ടിലേക്ക് ടോർച്ചടിച്ചാൽ ഇരുട്ട് പോയി, വെളിച്ചം കയറി എന്ന പോലെ തൗഹീദ് ആണ് കയറിക്കഴിഞ്ഞാൽ കുഫ്രിയത്ത്, അതേപോലെ തന്നെ ശിർക്കൻ വിശ്വാസ ആചാരങ്ങളൊക്കെ തന്നെ, ഇരുളൻ വിശ്വാസ ആചാരങ്ങളൊക്കെ തന്നെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകും. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള മുശ്രിക്കുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചത്. ഈ വിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നവർക്ക് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കും. അതിന് ധിക്കരിക്കുന്നവർക്ക് ഹൃദയ ശുദ്ധീകരണം ഉണ്ടാവുകയുമില്ല. അതാണ് അത് അർത്ഥത്തോടു കൂടി വായിച്ച് പഠിക്കേണ്ട പ്രാധാന്യം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞുവല്ലോ, ദുആഉൽ ഇബാദ, ദുആ അത് ആരാധനയാകുന്നു. എന്താണ് ആരാധന? ആരാധനക്കാരൻ അല്ലാഹു ആകുന്നു എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം ചെയ്ത് തുടങ്ങിയത്. എന്താണ് ആരാധന? ദുആഉൽ ഇബാദ, ദുആ അത് ആരാധനയാകുന്നു. മാത്രമല്ല ഹാദിൽ ആയ, ഒരു ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചു. അതായതായിരുന്നു വഖാല റബ്ബുക്കും, നിങ്ങൾ രക്ഷിതാവ് പറയുന്നു, ദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നിശ്ചയമായും എന്നെ ആരാധിക്കുന്നതിന് അഹംഭാവം നടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്നോട് ദുആ ചെയ്യുവാൻ അഹംഭാവം നടിക്കുന്നവർ. കാരണം ദുആഉൽ ഇബാദ എന്ന് നബി സ്വല്ലം പഠിപ്പിച്ചെന്നല്ലോ. അപ്പം എന്നെ ആരാധിക്കുന്നതിന് അഹംഭാവം നടിക്കുന്നവർ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് അഹംഭാവം നടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് അഹംഭാവം നടിക്കുന്നവർ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉള്ളവർ, അള്ളാഹുവെ രക്ഷിക്കണേ, അള്ളാഹുവെ കാക്കണേ, അള്ളാഹുവെ പാപം പുറത്തിരണേ, അള്ളാഹുവെ നരകത്തിൽ രക്ഷപ്പെടുത്തണമേ, അള്ളാഹുവെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് മനസ്സുകൊണ്ടും വാചകം കൊണ്ടും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക നരകത്തിൽ രക്ഷ, സ്വർഗപ്രവേശനം, അതേപോലെ രക്ഷ, ഇഹലോകത്ത് ആവശ്യമായ രക്ഷകൾ ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. വാചകത്തിൽ കൂടെയും നമുക്ക് പറയാം. അതൊക്കെ ദുആയാവുന്നു. മനസ്സിനാണ് ആഗ്രഹം ഉണ്ടാകേണ്ടത്.
അപ്പോൾ അള്ളാഹുവിനോട് വൈബിയ നിലക്കുള്ള സഹായപ്രവർത്തന നടത്തുമ്പോൾ അത് ആരാധനയായി. ഇന്നല്ലദീന യാതൊരു കൂട്ടർ യസ്തക്ബിറൂന അവർ അഹംഭാവം നടിക്കുന്നു അൻ ഇബാദത്തി എന്നെ ആരാധിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ എന്നോട് പ്രാർത്ഥിക്കുന്നതിന്, എനിക്ക് നേർച്ചകൾ അർപ്പിക്കുന്നതിന്, എന്നോട് പാപം തേടുന്നതിന് അഹംഭാവം നടിക്കുന്നവർ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, നിശ്ചയമായും യാതൊരു കൂട്ടർ അവർ അഹംഭാവം നടിക്കുന്നു. എന്തിന്? എന്നെ ആരാധിക്കുന്നതിന്, എന്നോട് പ്രാർത്ഥിക്കുന്നതിന്, എന്നോട് സങ്കടം പറയുന്നതിന്, ഗോയ്ബി എന്നതിലേക്കുള്ള സഹായപ്രദങ്ങൾ എന്നോട് നടത്തുന്നതിന്, എനിക്ക് നേർച്ചകൾ അർപ്പിക്കുന്നതിന്, എന്നോട് പാപം ചെയ്യുന്നതിന് അഹംഭാവം നടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എനിക്ക് അർപ്പിക്കേണ്ട നേർച്ചകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകളൊക്കെ തന്നെ അള്ളാഹുവിന് അർപ്പിക്കേണ്ട നേർച്ചകളും വഴിപാടുകളും ഒക്കെ തന്നെ അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിക്കുക. അള്ളാഹു ഒഴിയുള്ളവർക്ക് സൃഷ്ടികളാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. എന്തൊക്കെ ഇവിടെ ഉണ്ടോ, അത് ബിംബമാകട്ടെ, മരിച്ചുപോയ മഹാത്മാക്കളാകട്ടെ, മലക്കാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, എല്ലാം സൃഷ്ടികളാണ്. അള്ളാഹു ഒഴികളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ സൃഷ്ടികളാണ്. സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, മരിച്ചുപോയ മഹാത്മാക്കളാകട്ടെ, മലക്കുകളാകട്ടെ, മരിച്ചവരുടെ റൂഹുകളാകട്ടെ, ജിന്നുകളാകട്ടെ, എല്ലാം വൈബാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വൈബിയായ നിലക്കുള്ള സഹായപ്രവർത്തനങ്ങൾ എല്ലാം ആരാധനയാവുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആകുന്നു. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, ആവർത്തിച്ച് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വൈബിയങ്ങൾക്ക് സഹായപ്രവർത്തനങ്ങൾ അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിക്കുക. അതാണ് ഏറ്റവും അപകടകരമായ ശിർക്ക്, നമ്മൾ അമൽക്കും ബാധ്യതയായി പോകുന്ന ശിർക്ക്. അപ്പോൾ അള്ളാഹുവിന് അർപ്പിക്കേണ്ട കർമ്മങ്ങൾ അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിക്കുക എന്നുള്ളതാവുന്നു അഹംഭാവമാവുന്നു. അതുകൂടി അള്ളാഹു തആല എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. ഇന്നല്ലദീന, നിശ്ചയം യാതൊരു കൂട്ടർ, യസ്തക്ബിറൂന അവർ അഹംഭാവം നടിക്കുന്നു, അൻ ഇബാദത്തി അള്ളാഹ് പറയണ എന്നെ ആരാധിക്കുന്നത്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് അഹംഭാവം നടിക്കുന്നവർ. അള്ളാഹുവിനെ ആരാധിക്കാതെ അള്ളാഹു ഒഴിയുള്ള അള്ളാഹു സൃഷ്ടികൾക്ക്, മരിച്ചുപോയ മഹാത്മാക്കൾക്ക് നേർച്ചകൾ അർപ്പിക്കുക, അവരോട് സങ്കടം പറയുക, അവരോട് പാപം തേടുക. മുത്തുനബിയോട് പോലും പാപം തേടാനോ സങ്കടം പറയാനോ വൈബിയ നിലക്ക് പാടില്ല. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സാഹിബന്മാർ പരസ്പരം സഹായപ്രവർത്തനം നടത്തിയിരുന്നു. അത് അനുവദനീയമാണ്. ഹറാമായ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമുക്കും എന്ത് ചെയ്യാം? ജീവിച്ചിരിക്കുമ്പോൾ പരസ്പര സഹായപ്രവർത്തനം നടത്താം, സഹായിക്കാം. അതൊക്കെ അല്ലാഹു തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതില്ലാതെ ഇവിടെ ജീവിക്കാൻ സാധ്യവുമല്ല. അതല്ല ഇവിടെ പറയുന്നത്. പരസ്പര സഹായപ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ അനുവദനീയമാണ്. പരസ്പര സഹായപ്രവർത്തനം അല്ലാത്ത നിലക്കുള്ള വൈബിയായ നിലക്ക്, മറഞ്ഞ നിലക്ക് ഉള്ള സഹായപ്രവർത്തനങ്ങൾ, അതാണ് അദ്ദുആഉൽ ഇബാദ. അത് ആരാധനയാവുന്നു. അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം. അതാണ് തൗഹീദ്, അതാണ് വഹ്ദാനിയത്ത്. ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ് പ്രഖ്യാപനം. അത് മനസ്സിലുണ്ടാകണം. അപ്പോഴേ അതിവിടെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിൽ അങ്ങനെ വിശ്വാസം ഉണ്ടാകണം. ആരാധനക്കാരൻ അള്ളാഹു മാത്രമാകുന്നു, പ്രാർത്ഥനകൾ, നേർച്ചകളൊക്കെ തന്നെ ആരാധനകളാകുന്നു എന്നുള്ള വിശ്വാസം നമ്മൾ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം. അതാണ് തൗഹീദ്. ആ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യില്ല? ഒരിക്കലും അള്ളാഹുവിലേക്ക് ആരാധന അർപ്പിക്കുകയില്ല. അങ്ങനെ അർപ്പിക്കുന്നത് എന്താവുന്നു? അഹംഭാവമാവുന്നു. ഇന്നല്ലദീന യാതൊരു കൂട്ടർ, നിശ്ചയം യാതൊരു കൂട്ടർ, ഇസ്തക്ബിറൂന അവർ അഹംഭാവം നടിക്കുന്നു, അൻ ഇബാദത്തി എന്നെ ആരാധിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്, അള്ളാഹുവിന് നേർച്ചകൾ അർപ്പിക്കുന്നതിന്, അള്ളാഹുവിനെ ഇവിടെ പ്രാർത്ഥിക്കുന്നതിന് അഹംഭാവം നടിക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ നിശ്ചയമായും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. മരണാനന്തരം എന്തുണ്ട്? കത്തിജ്വലിക്കുന്ന നരകമുണ്ട്. മരണം വരെ
അള്ളാഹു താല നമുക്ക് പുറത്ത് മാഫാക്കി തരും. അള്ളാഹു താല ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും ശരി, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു പാപങ്ങളൊക്കെ തന്നെ പുറത്തു വരും. എന്തൊക്കെ പാപങ്ങളുണ്ട്, ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തു ഒരു മനുഷ്യന്, എങ്കിലും അവന് ഖേദിച്ചു മടങ്ങി എങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും. സാഹിബിമാരുടെ ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കിയിട്ട് നമുക്കറിയാമല്ലോ. ആരായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് അള്ളാഹു പുറത്തു കൊടുത്തു, അതുകൊണ്ട് നമുക്കും പുറത്തു വരും. മെമ്പറുഫിൽ ജന്ന 10 സാഹിബിമാരുടെ പേര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി കേൾപ്പിച്ചു. അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന. അതിൽപ്പെട്ട ഒരാളല്ലേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു? സ്വന്തം മകളെ ജീവനെ കുഴിച്ചു മൂടിയ ആളാണ്. അടിപിടികൾ, തട്ടിപ്പറിച്ചലുകൾ, കൊലപാതകങ്ങൾ ധാരാളം നടത്തിയ ആളാണ്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് പോലും അള്ളാഹു തആല പുറത്തു കൊടുത്തു, സ്വർഗത്തിൽ അവകാശിയായി എണ്ണപ്പെട്ടു. കാരണം എന്ത്? അദ്ദേഹം മാറ്റം വരുത്തി, ശിർക്കൻ വിശ്വാസാചാരങ്ങൾ വിട്ടുനിന്നു, തെറ്റായി മനസ്സിലാക്കി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുനിന്ന് ഖേദിച്ചു മടങ്ങി. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചു, സന്തോഷവാർത്ത അറിയിച്ചു, സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അറിയിച്ചു, വഹി നൽകി. അംറുൻ ഫിൽ ജന്ന, ആ സ്വർഗത്തിലേക്കാണ് അള്ളാഹു തആല അവൻ്റെ അടിയാന്മാരെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനായി അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ആരാധനകൾ മുഴുവനും അള്ളാഹു അർപ്പിക്കുക എന്നുള്ളതാണ്. ആരാധനകൾപ്പെട്ട എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്ക് അർപ്പിച്ചാൽ അതാണ് ശിർക്ക്. സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന മഹാപാപം. മരണാനന്തരം അവൻ്റെ അമലുകളൊക്കെ തന്നെ, നമസ്കരിച്ച് നോമ്പ് പോയിട്ടും ഹജ്ജ് ചെയ്തൊക്കെ തന്നെ ബാത്തിലായി കളയും, ശിർക്കോടുകൂടി മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ. അങ്ങനെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സ്വന്തക്കാരാകട്ടെ ബന്ധക്കാരാകട്ടെ പാപമോചനം തേടാനും പാടുള്ളതല്ല, മയ്യിത്ത് നമസ്കരിക്കാൻ പോലും പാടുള്ളതല്ല ശിർക്കോടുകൂടി മരണപ്പെട്ട ആളുകൾക്ക്. ചിന്തിച്ചു അതിൻ്റെ ഗൗരവം. ഒരു സത്യവിശ്വാസിയും പാടില്ല. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു പറഞ്ഞു, ഒരു സത്യവിശ്വാസികൾക്കും പാടില്ല മുശ്രിക്കായി കാഫറായി മരിച്ച ആൾക്ക് പാപം നേടുവാൻ. അത്ര ഗൗരവപ്പെട്ടൊരു മഹാപാപമാണ് ശിർക്ക്. അത് ഇസ്തിഹാസേന തവസ്സുലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർ പ്രമേയം എഴുതി പാസ്സാക്കി. അതിന് പിന്നാലെയാണ് അവർ കൂടിയിട്ടുള്ളത്, അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അനാചാരങ്ങൾ ചെയ്യാൻ. ഏറ്റവും ഗൗരവപ്പെട്ടത് ശിർക്ക്. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതേപോലെ തന്നെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ബിദ്അത്തുകൾ ചെയ്യുക, അനാചാരങ്ങൾ ചെയ്യുക. ശിർക്കിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ആരാധനകൾ അള്ളാഹുവിന് അർപ്പിക്കുക, തൗഹീദ്. ആരാധനകൾ എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിക്കുക, ശിർക്ക്. മനസ്സിലാക്കിയില്ല തൗഹീദ് എന്ത്, ശിർക്ക് എന്ത്. അത് മനസ്സിലാക്കുക, പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. അതേപോലെ തന്നെ മുജാഹിദീങ്ങളായി നമ്മളിൽ വളരുന്ന നമ്മളെ മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ തന്നെ പലർക്കും തൗഹീദ് എന്ത്, ശിർക്ക് എന്ന് അറിയില്ല. പഠിപ്പിച്ചു കൊടുക്കണം. അതിനാണ് നമ്മൾ പള്ളി മെമ്പറുകൾ പ്രയോജനപ്പെടുത്തേണ്ടത്. വെള്ളിയാഴ്ചകൾ അതിനാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ടും ഹദീസ് ഓതിക്കൊണ്ടും അത് പഠിപ്പിച്ചു കൊടുക്കണം. അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. മുജാഹിദീങ്ങൾ മക്കളാണെന്ന് കരുതി തൗഹീദ് എന്ത്, ശിർക്ക് എന്തെന്ന് അറിഞ്ഞോളുന്നില്ല. എന്നാൽ സമസ്തക്കാരെ ആളുകൾ മുജാഹിദുകൾ വന്നിട്ടുള്ളവർക്ക് അവർക്കറിയാം, അവർ തൗഹീദ് എന്ത്, ശിർക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ മുജാഹിദീങ്ങളെ മക്കളായി പഠിച്ചുയർന്ന മക്കൾക്കോ പേരമക്കൾക്കോ വേണ്ടമായിര് തൗഹീദ് ശിർക്കെന്ന് അറിയണമില്ല. അതിനാണ് ആഴ്ചതോറും നമ്മൾ ജുമുഅകളിൽ ഇക്കാര്യം ഊന്നൽ നൽകിക്കൊണ്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
അതേപോലെ തന്നെ സുപ്രധാനമായ നാം പഠിച്ചറിയേണ്ട പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബിദഅത്ത്, സുന്നത്ത് ബിദഅത്ത്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിമാരും മാതൃകയായി നമുക്ക് പഠിപ്പിച്ച് വിട്ടേച്ച് പോയ കാര്യങ്ങൾക്കാണ് സുന്നത്ത്, നബിചര്യ എന്ന് പറയുന്നത്. സുന്നത്ത് രണ്ട് രൂപത്തിലുള്ള നമ്മൾ പറയാറുണ്ട്. ഒന്ന് ഫർള് സുന്നത്ത് എന്ന് പറയാറുണ്ട്. അവിടുത്തെ അർത്ഥം ഫർളായ നിർബന്ധമായ സംസ്കാരങ്ങൾ, സുന്നത്തായത് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടാത്തതുമുള്ള അർത്ഥത്തിനാണ് അവിടെ സുന്നത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ ഇതാണ്, അതായത് സുന്നത്ത് ബിദഅത്ത്. ഇവിടെ നമ്മൾ സുന്നത്ത് എന്ന് പറയുമ്പോൾ, ബിദഅത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മാതൃകയുള്ള കാര്യങ്ങൾ, ഫർളും സുന്നത്തുമായ എല്ലാ കാര്യങ്ങൾക്കും നബിചര്യ എന്ന് പറയുന്നു. നബി സാഹിബത്ത് ഉപയോഗിച്ച മാർഗം, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സാഹിബത്തും ഏതോ ഒരു മാർഗത്തിലോ ആ മാർഗം, അത് സുന്നത്ത്, സെൽഫി മൻഹജ് എന്നൊക്കെ പറയും. ഏകമാർഗം, ചൊവ്വായ മാർഗം, ആ മാർഗമാണ് നാം പഠിച്ചറിഞ്ഞ് മാതൃകയായി ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് നബി സാഹിബത്ത് നിയോഗിച്ച മാർഗത്തിൽ പെടാത്തൊരു കാര്യം അത് സുന്നത്താണ്, അത് ചെയ്തോളിയും എന്ന് പറഞ്ഞാൽ നാം സ്വീകരിക്കേണ്ടതില്ല. കാരണം വിശുദ്ധ ഖുർആൻ മുഴുവൻ അവതരിപ്പിച്ചിട്ടുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അങ്ങനെ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശുദ്ധ ഖുർആൻ മുഖേന എന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് മുഴുവനും സാഹിബിവരെയും പഠിപ്പിച്ചു കൊടുത്തു. മാ തറക് ഷൈഅൻ യുഖർരിബുക്കും ഇലല്ലാഹി തആല ഇല്ല വഖദ് അമർതും ബിഹി. നബി സ്വല്ലല്ലാഹു പറയുകയുണ്ടായി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാതെ വിട്ട് കളഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉമ്മാ അത്തഖ് റസൂൽ ഫഖദു, നബി സ്വല്ലല്ലാഹു കൊണ്ടുവന്നാൽ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, വിരോധിച്ച കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കുക. അപ്പം ഹറാം എന്ത് ഹലാൽ എന്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, പഠിപ്പിച്ചു തന്നു. ഹലാലായ കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, ഹറാമായ വിട്ടു നിൽക്കുക. അതാണ് തഖ്വ. ഇത്തഖുല്ലാഹ് എന്ന് ആവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ സുന്നത്തെന്ത് ബിദഅത്തെന്ത് ഇത് മനസ്സിലാക്കാതെ ഇരുന്നാൽ വലിയ അപകടം സംഭവിച്ചു കൊണ്ടിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയായി പഠിപ്പിച്ചെന്ന് സഹാബിയന് വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. ഒരു കാര്യം വിട്ട് കളഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ കിടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ, സുന്നത്തും ഫർളുമായ എല്ലാ കാര്യങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് അപ്പടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ, നിർബന്ധം. അതാണ് ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അത് ഒന്നാമത്തെ നമ്മുടെ ഷഹാദത്ത്. രണ്ടാമത്തെ ഷഹാദത്ത് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ രണ്ടും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന കരാറാണ്. ഈ കരാറ് നമ്മൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഇതിന് വിപരീതമായി നമ്മൾ പ്രവർത്തിച്ചാൽ നാം ശിക്ഷിക്കപ്പെടും. അക്കാര്യം ഓർമ്മ. അപ്പോഴേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് നാം സാക്ഷ്യം വഹിക്കുന്നതോടുകൂടി നമ്മളെ അവസ്ഥ എന്തായി? മിഥ്ല അംഫുൽ ജമൽ, കടിഞ്ഞാണിട്ട ഒട്ടകത്തെ പോലെ. ഒരു കടിഞ്ഞാണിട്ട ഒട്ടകത്തിന് ആ കടിഞ്ഞാണിൽ നിന്നുകൊണ്ട് പിടിക്കുന്ന ആളുടെ പരിധിക്ക് അപ്പുറം പോകാൻ സാധ്യമല്ല. എന്ന പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടിഞ്ഞാണിലാണ് നമ്മളുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, സാഹിബിമാരെ പഠിപ്പിച്ചു കൊടുത്തുള്ളത്, നബി സാഹിബ് മാർഗം. ആ കടിഞ്ഞാണിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആ പരിധിയിൽ പെടാത്ത കാര്യങ്ങൾ, പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നല്ലത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്താൽ അതാണ് ബിദ്അത്ത്. അത് പറയാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. ഇത് സാധാരണക്കാരുടെ ആളുകൾക്കും കുട്ടികൾക്കും മനസ്സിലാകണം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് ഇത്ര വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് എന്നാണ് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം വേണം
നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദേഹത്തെ സംബന്ധിച്ച് പറയാൻ. അപ്പോഴാണ് എളുപ്പത്തിൽ മനസ്സിലാവുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മാതൃകയായി കാണിച്ചെന്ന കാര്യങ്ങൾ, അതാണ് സുന്നത്തെ നബിചര്യ. മാ അന അലൈഹി വസാബി, അത് കാണാപ്പാടാൻ പഠിക്കണം. ഞാനും എൻ്റെ സഹാബത്ത് ഏതോ ഒരു മാർഗ്ഗം, ആ മാർഗം ഇസ്ലാം പറഞ്ഞുവല്ല, പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും, അതിലൊന്നും മാത്രമാണ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞുവല്ലോ. ആ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ ആ പാർട്ടി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ അന അലൈഹി സഹാബി, മാ അന അലൈഹി വസാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിൽ, ആ മാർഗം സെൽഫി മനഹിച്ച്. അതാണ് ഖേനമിൻ്റെ പ്രമേയം, അതാണ് ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം. 1924 ജമാഅത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്ത്, 1926 സമസ്ത രജിസ്റ്റർ ചെയ്ത്. അവരുടെ പ്രമേയം ഇൻഷാ അല്ലാഹ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 31 അനാചാരങ്ങൾ എഴുതിയുണ്ടാക്കിയാണ് അവർ ജമാഅത്തുൽ ഉലമയിൽ നിന്നും വേറിട്ട് പോയി കൊണ്ട് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ അവർ രജിസ്റ്റർ ചെയ്തു. തുടർന്ന് അവർ 6ാം സമ്മേളനത്തിലും 50 സമ്മേളനത്തിലും 70 സമ്മേളനത്തിലും പ്രമേയം എഴുതി പാസ്സാക്കിയുണ്ടായി. ഖുർആൻ ഹദീസോ തെളിവ് തിരിച്ചുകൊണ്ടായിരുന്നില്ല, അത് സഭ കൂടി പാസ്സാക്കിയിരുന്നു, ക്രിസ്ത്യാനികൾ സഭ കൂടി പാസ്സാക്കിയുമായിരുന്നു. അതുകൊണ്ട് ഗൗരവപ്പെട്ട കാര്യമാണത്. അള്ളാഹും അല്ലാഹു റസൂലും പഠിപ്പിക്കാത്ത 31 അനാചാരങ്ങളാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, പ്രമേയമായി പാസ്സാക്കിയെടുത്തിട്ടുള്ളത്. ഖുർആൻ ഹദീസും അല്ല, സമസ്തക്കാർ സഭ കൂടി പാസ്സാക്കിയത്, പണ്ഡിതന്മാർ സഭ കൂടി പാസ്സാക്കിയതാണത്. അതുകൊണ്ട് ആ ഗൗരവപ്പെട്ട കാര്യമാണ്, മനസ്സിലാക്കണം. എന്താണ് സമസ്ത, എന്താണ് മുജാഹിദ്? മുജാഹിദ് എന്ത്, സമസ്ത എന്ത്? മുജാഹിദിൻ്റെ പ്രമേയം ഒറ്റ പ്രമേയം, മാ അന അലൈഹി വസ്ഹബി, നബി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചെന്ന പ്രമേയം, അള്ളാഹ് പഠിപ്പിച്ചെന്ന പ്രമേയം, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗ്ഗത്തിൽ, ആ മാർഗം, അതാണ് മുജാഹിദ് പ്രമേയം. ഖുർആൻ ഹദീസ് പഠിച്ചറിയുക, നബി സഹാബത്തെ ചോദിച്ച മാർഗം അത് അനുഷ്ഠിക്കുക. അതിൽ പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് ബിദ്അത്ത്, ളലാലത്ത്. അത് പറയാൻ വേണ്ടിയാവുന്നു ഇത്രയും പറഞ്ഞു വന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യങ്ങൾ അത് സുന്നത്ത്, നബിചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയില്ലാത്ത കാര്യങ്ങൾ, മുൻ മാതൃകയില്ലാത്ത കാര്യങ്ങൾ, അത് ബിദ്അത്ത്, ളലാലത്ത്, വഴിച്ചു മാർഗം. അത് ഒരു നമസ്കാരമായേക്കാം, ഖുർആൻ പാരായണമായേക്കാം, ദാനധർമ്മങ്ങളായേക്കാം, നേർച്ചകളായേക്കാം, അറവുകളായേക്കാം, പ്രാർത്ഥനകളായേക്കാം, പാപമോന്തേട്ടങ്ങളായേക്കാം, എന്തുമാവാം. പുണ്യകർമ്മങ്ങൾ എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടോ, മുൻ മാതൃകയില്ലാത്ത കാര്യങ്ങൾ നബി സാഹിബത്തെ ചോദിച്ച മാർഗത്തിൽ ഇല്ല എങ്കിൽ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട്, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്താൽ അതാണ് ബിദ്അത്ത്, അതാണ് അനാചാരം, അതാണ് ളലാലത്ത്, വഴിച്ചു മാർഗം. അതുകൊണ്ട് തന്നെ അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവിടുത്തെ പ്രസംഗങ്ങളിൽ പറയാറുണ്ടായിരുന്നു. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, മതകാര്യങ്ങൾ ഷർറായത്, ദുഷിച്ചത്, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാകുന്നു. എല്ലാ പുതുതായി നിർമ്മിച്ച കാര്യങ്ങളും ബിദ്അത്താകുന്നു, എല്ലാ ബിദ്അത്തും ളലാലത്തും ആകുന്നു. മറ്റു ഹദീസിൽ എല്ലാ ളലാലത്തും വഴിച്ചു മാർഗങ്ങളും അത് നരകത്തിലേക്കുള്ളതാകുന്നു എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്രസംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഊന്നൽ നൽകിക്കൊണ്ട് കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം ഇനിയാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. ഇത് പറയാനാണ് ഇത്രയും സമയം ഞാൻ എടുത്തത്. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, ഇത് പഠിപ്പിച്ചു തന്നതിന് ശേഷമാകണം ഇനി വിഷയം പറയാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരായത്ത് നിങ്ങളെ മുമ്പിൽ ഓതി വെച്ചിട്ടുണ്ട്. ആ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഖുൽ, പറയുക പ്രവാചകരെ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. ആര്? ജനങ്ങൾ, മുസ്ലിമീങ്ങൾ, അള്ളാഹുവിലും അന്ത്യനാൾ വിശ്വസിക്കുന്നവർ,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് സ്വീകരിക്കുന്നവർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റേണ്ടത്. അതാണ് പറഞ്ഞത്. പറയുക പ്രവാചകരെ, പ്രഖ്യാപിക്കുക, പറയുക, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ തുഹിബ്ബൂനല്ലാഹ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് പ്രീതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് സ്വർഗ്ഗം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി എന്നെ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പിൻപറ്റേണ്ടത്. ഉമ്മാനെ, വാപ്പമാരെ പിൻപറ്റാൻ പാടുള്ളതല്ല. പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റാൻ പാടുള്ളതല്ല. മദ്ഹബുകൾ പിൻപറ്റുവാൻ പാടുള്ളതല്ല. നേതാക്കന്മാരെ പിൻപറ്റാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ. അതാണ് അടിവരായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. എന്താ മുജാഹിദീങ്ങൾ മദ്ഹബ് സ്വീകരിക്കില്ല എന്നൊക്കെ പറയും. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചെന്ന മദ്ഹബ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിൻപറ്റാണ്. ആ മദ്ഹബാണ് നാം സ്വീകരിച്ചിട്ടിരിക്കുന്നത്. ഖുർആനും ഹദീസും പഠിച്ചിറങ്ങുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ, നബി സാഹിബിൻ്റെ യോജിച്ച മാർഗം, അതാണ് മദ്ഹബ്. ആ മദ്ഹബാണ് മുജാഹിദീങ്ങൾ പിൻപറ്റുന്നത്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാനാണ് പറഞ്ഞത്. ഒരു മനുഷ്യനെ പിൻപറ്റുകയാണെങ്കിൽ ആ പിൻപറ്റൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരിക്കണം. മറ്റാരെയും പിൻപറ്റാൻ പാടുള്ളത്. കാരണം അവർക്ക് തെറ്റുകൾ പറ്റും. തെറ്റുകൾ പറ്റാത്തത് ആർക്കാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ആണോ അത് എന്ന് പരിശോധിച്ചിട്ട് വേണം ഓരോ കർമ്മങ്ങളും നാം പിൻപറ്റേണ്ടത്. ഹറാമായ കാര്യങ്ങൾ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതാ. വാപ്പ മക്കളോട് പറഞ്ഞാൽ സ്വീകരിക്കേണ്ട. ഹലാലായ കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. നേതാക്കന്മാർ അണികളോട് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പനയ്ക്ക് വിപരീതമായി ആര് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല. അതാണ് അടിസ്ഥാനപരമായ വിശ്വാസം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയിലുണ്ടോ? നമുക്ക് പിൻപറ്റാം. ഇല്ലേ, അത് തള്ളിക്കളയാം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. പറയുക പ്രവാചകരെ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ് അള്ളാഹു നിങ്ങൾ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ, തൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല യഗ്ഫിർ ലക്കും ദുനൂബക്കും നിങ്ങൾ പാപങ്ങളൊക്കെ തന്നെ അള്ളാഹു പുറത്തു വരും. നമ്മളെ പാപങ്ങൾ പുറത്തു കിട്ടാതെ നമുക്ക് ഒരിക്കലും സ്വർഗ്ഗപ്രവേശനം സാധ്യമല്ലല്ലോ. അതും ഓർക്കുക. യഗ്ഫിർ ലക്കും ദുനൂബക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റിയാൽ നമ്മളെ കർമ്മങ്ങളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മാ അന അലൈഹി സ്വഹാബി ആ രൂപത്തിലൂടെയാണോ എങ്കിൽ, നബി സാഹിബിൻ്റെ ചോദിച്ച മാർഗത്തിൽപ്പെട്ടതാണോ എങ്കിൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തുവരുമെന്ന് പറഞ്ഞു. പാപങ്ങൾ മോചനം നമ്മൾ തേടേണ്ടതുണ്ട്. പുറമേ നമ്മളെ സൽക്കർമ്മങ്ങൾ, നമ്മളെ ദിക്ർ, ദുആകൾ, തസ്ബീഹുകൾ, നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങളൊക്കെ തന്നെ വിശ്വാസിയുടെ ചര്യയ്ക്ക് അനുസരിച്ചായാൽ നമ്മൾ പാപമോചനം തേടാതെ തന്നെ അള്ളാഹു തആല പാപം പുറത്തു വരും. അള്ളാഹു പാപം പുറത്തു തരാതെ നമുക്ക് സ്വർഗ്ഗപ്രവേശനം സാധ്യമല്ല എന്നുള്ള കാര്യം ഓർക്കുക. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? പാപമോചനം ധാരാളമായി തേടിക്കൊണ്ടിരിക്കണം, ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അള്ളാഹു നമ്മളെ പരിഗണിക്കുകയുള്ളൂ. യഗ്ഫിർ ലക്കും ദുനൂബക്കും അല്ലാഹു ഗഫൂറുർ റഹീം അള്ളാഹു തആല ധാരാളമായി പാപം പൊറുക്കുന്നവരാണ്. അതാണ് നമുക്കുള്ള ആശ്വാസം. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ചേർത്തി പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യത്തോട്ട് നിരാശ ആവരുത്. എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും ശരി ഖേദിച്ച് മടങ്ങുക, പശ്ചാത്തപിക്കുക. എങ്കിൽ അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? പാപങ്ങൾക്ക് പുറത്തു വരും. പുറത്തു വന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ കൂട്ടത്തിൽ ആയിത്തീരും. അങ്ങനെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ. ഇനിയാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. സഹോദരന്മാരെ, ഞാനിതിൻ്റെ ഹെഡിങ് കൊടുത്ത് നുബാത്തി ഖുത്ബ എന്നുള്ളതാണ്. എന്തിനാണ് ഞാനിങ്ങനെ ഒരു നുബാത്തി ഖുത്ബ എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്? അങ്ങോട്ടാണ് ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഇപ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാസം റബീഉൽ മാസമാണ്. റബീഉൽ കഴിഞ്ഞു, 12 കഴിഞ്ഞു. ഇപ്പോഴും നബിദിന റാലികളും, റാലികൾ കുറവാണെങ്കിൽ കൂടി സമ്മേളനങ്ങൾ
പല രൂപത്തിൽ കൂടെ മൗലീദുകളും ഒക്കെ കേൾക്കുകയാണ് സുബീസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ. അതേപോലെ തന്നെ ചിലർ വീടുകളിൽ മൗലൂദ് ആഘോഷിക്കുകയാണ്. മറ്റു ചിലർ ലോകത്തിലെ നേതാക്കന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കയിൽ നിന്നും മദീനത്തു നിന്നൊക്കെ ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി, ഈജിപ്തിൽ നിന്നും ഒക്കെ തന്നെ ആളുകൾ ക്ഷണിച്ച്, ലോകത്തിൻ്റെ ആ ഭാഗങ്ങളുള്ള ആളുകളൊക്കെ ക്ഷണിച്ചു വരുത്തി മഹാസമ്മേളനങ്ങൾ കഴിക്കുകയാണ്. എന്നിട്ട് അവരാണ് പ്രവാചകനോട് സ്നേഹമുള്ളവർ എന്ന് വരുത്തി തീർക്കുകയാണ്. ജന്മദിനം കൊണ്ടാടുക പ്രവാചക സ്നേഹം ഉള്ളത് കൊണ്ടാണ് മുജാഹിദീങ്ങൾ പ്രവാചക സ്നേഹം ഇല്ല എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയായി പഠിപ്പിച്ചെന്നില്ല. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മദിനം കൊണ്ടാടാൻ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തില്ല. ക്രിസ്ത്യാനികൾ കൊണ്ടാടുന്നു, ക്രിസ്മസ് കൊണ്ടാടുന്നു. അടുത്തന്നെ ക്രിസ്മസ് വരുന്നുണ്ടല്ലോ ഡിസംബറിൽ. അപ്പോൾ എന്ന പോലെ വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ജന്മദിനം കൊണ്ടാടുന്നത്. നമ്മളെ ഭാര്യയുടെ ജന്മദിനം, ഭർത്താവിൻ്റെ ജന്മദിനം, മക്കളുടെ ജന്മദിനം, ഇതൊക്കെ എന്ത് ചെയ്യണം, ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വയസ്സമ്മയുടെ ജന്മദിനം കൊണ്ടാടാമെന്നുണ്ടെങ്കിൽ നമുക്കും ജന്മദിനം കൊണ്ടാടാമല്ലോ. ഇത്ര വയസ്സായി അനുസരിച്ച് എഴുതി എത്തിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ജന്മദിനം കൊണ്ടാടുന്നത്, ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എങ്കിൽ അതേ രൂപത്തിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മളെ ആളുകളും ഈ അനാചാരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആര് സാദൃശ്യപ്പെടുന്നുവോ അവൻ അതിൽപ്പെട്ടതാകുന്നു എന്ന്. മറ്റു സമൂഹത്തിൻ്റെ ചര്യകൾ നാം സ്വീകരിക്കുക. തലമുടി വെട്ടുന്നതാവട്ടെ, ഇപ്പം സൈഡ് കട്ടൊക്കെ വെട്ടിക്കൊണ്ട് കുട്ടികൾ സ്റ്റൈലാക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ടോപ്പൊക്കെ വെട്ടിക്കൊണ്ട് അത് ഹറാമാണ്. അത് നമ്മുടെ സമുദായത്തിൻ്റെ ശരിയല്ല. താടി വടിച്ച് സൈഡ് കട്ട് നടത്തി നടക്കാനുള്ള, താടി വളർത്താനും മീശ വെട്ടാനും വിശ്വാസം കൽപ്പിച്ചു. അതേപോലെ തന്നെ മുടി വളർത്താം ഒരേ വലിപ്പത്തിൽ. തോളത്തെത്തിക്കഴിഞ്ഞാൽ മുറിച്ച് കളയണം, അല്ലെങ്കിൽ മുടി ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്യുക. ഇതൊക്കെയാണ് വിശ്വാസം നമുക്ക് പഠിപ്പിച്ചത്. ഇതിൽ പെടാത്തൊരു സമൂഹം നിങ്ങളെ ചേറ്റം സ്വീകരിച്ചാൽ അതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. എന്ന പോലെ തന്നെ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് ക്രിസ്തീയ സംസ്കാരത്തിൽപ്പെട്ടാണ്. നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് അതിൽപ്പെട്ടുപോയി, ഇസ്ലാമിന് പുറത്തുപോയി. മൻ റഗിബൻ സുന്നത്തി ഫലൈസ മിന്നി എന്നല്ലേ മുസ്ലിം പറഞ്ഞു. എൻ്റെ സുന്നത്തിനോട് അപ്രീതി ആരെങ്കിലും കരുതിയാൽ ഇന്നിൽപ്പെട്ടനല്ല എന്നുള്ളതാണ് മുസ്ലിം പഠിപ്പിച്ചത്. ആ രംഗം ഹദീസ് സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഓർക്കുക. സമയക്കുറവോട് ഞാൻ ആ കാര്യം പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആചാരങ്ങൾ, സ്വർഗ്ഗത്തിൽ കിടക്കേണ്ട കാര്യങ്ങൾ, അതാണ് നാം സ്വീകരിക്കേണ്ടത്. ഇല്ലേ നമ്മൾ നല്ലത് നമ്മളെ നിലക്ക് പുതുതായി എന്തെങ്കിലും ആചാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്ത് വരും, അത് ബിദഅത്താവും വലാഅത്താവും. ഇപ്പം 33 പ്രാവശ്യമാണ് സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നല്ലതല്ലേ എഴുതി എന്ത് ചെയ്യുക, നമ്മൾ ഒരു 50 ആക്കുക. അപ്പോൾ അത് ബിദഅത്തായി, മുഴുവൻ വടക്കായി. ബിദഅത്തായി. ബിദഅത്ത് ചെയ്തുള്ള അപകടം എന്താണ് അത് മനസ്സിലാക്കുക. അമലുകളൊന്നും അത് സ്വീകരിക്കൂല. നമസ്കാരം, നോമ്പ്, ഹജ്ജും സകാത്തും ഒന്നും സ്വീകരിക്കൂല ബിദഅത്ത് ചെയ്യുന്നവരുടെ അമലുകളിൽ നിന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്കും 2 റക്അത്ത് സുന്നത്താണ് നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. അത് നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കുക. നല്ലതല്ലേ നിസ്കാരം കരുതിയാൽ അത് ബിദഅത്തായി. ഇങ്ങനെ ഓരോരോ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്തുൽ അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് അങ്ങനെ പഠിപ്പിച്ചത്. സമസ്തക്കാർ ഒരു സയ്യിനെ കൂട്ടും, അപ്പം അത് ബിദഅത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് പഠിപ്പിച്ചത് അപ്രകാരം. എന്നുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ശേഷം തിരിഞ്ഞിരുന്നുകൊണ്ട് ദുആ ചെയ്യുകയും മാമൂമിങ്ങൾ ആമീൻ പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. സമസ്തക്കാരെ പള്ളിയിൽ പോയി കാണാം, ഇമാം തിരിഞ്ഞിരിക്കും, ദുആ ചെയ്യും, മാമൂമിങ്ങൾ ആമീൻ പറയും. അതെന്താ ബിദഅത്തായി. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് തന്നെയാണെന്ന് കരുതുക.
എന്നാലും ബിദഅത്താണ്. എന്നാൽ അമൽ സ്വീകരിക്കൂല, നമസ്കാരം സ്വീകരിക്കൂല, അതല്ല ബിദഅത്തിന് ഗൗരവം. ശിർക്കിലെത്തിപ്പെട്ടാലോ? പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വയം പുറക്കം തേടിയൽ മരിച്ചവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കുമായി. അപ്പോൾ അമലൊക്കെ ബാധ്യതയായി പോവുകയും ചെയ്തു. ഇല്ല, അള്ളാഹുവിന് മാത്രമാണ് ശിർക്കൊന്നും വോട്ട് കലരാത്ത അള്ളാഹുയേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ച് ആമീൻ പറയുകയും ചെയ്താൽ ബിദഅത്തായി. നല്ല കാര്യമില്ല പറയുന്നത്. ഖുർആനിൽ പറഞ്ഞ പ്രാർത്ഥന, ഹദീസിൽ വന്ന പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കണം ഇമാമ് മോമിൻ ആമീൻ പറയാം എങ്കിൽ അതാണ് ബിദഅത്ത്. അങ്ങനെ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ജീവിതത്തിൽ 10 വർഷത്തോളം ഇമാമായി നമസ്കരിച്ചില്ല. ഒരൊറ്റ നമസ്കാരത്തിനും ശേഷം നമസ്കാരം ശേഷം വിശ്വാസമാണ്ട് തിരിഞ്ഞിരിക്കുക, ദുആ ചെയ്യുക, എന്നിട്ട് സാഹിബിനെ കൊണ്ട് അമ്മയും പറയിപ്പിച്ചിട്ടില്ല. വിശ്വാസം എന്ത് ചെയ്യുന്നു? സ്വല്പം അവിടെ ഇരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഇസ്ലാം വീടിയാൽ. അതാ സാഹിബിനെ പറഞ്ഞത്. സ്ത്രീകളുണ്ടാവും പിന്നിൽ. അന്ന് മറയൊന്നുണ്ടായില്ല പള്ളിയിൽ. നമ്മളെ പള്ളികളെ പോലെ സ്ത്രീകൾ വരുന്ന പള്ളിയിൽ മറ ഉണ്ടാവും, റൂമിലൊക്കെ ആയിരിക്കും ഇന്നിപ്പോൾ ഉള്ളത്. പഴയ കാലത്ത് അങ്ങനെയല്ല, വലിയ വിശാലമായ നീളത്തിലുള്ള പള്ളിയായിരിക്കും. ഈ അറ്റം നോക്കി അറ്റത്ത് നോക്കിയവരൊക്കെ ശരിക്കും കാണാൻ പറ്റില്ല, അത്ര വിശാലമായ. അപ്പം ആ അറ്റത്ത് അവസാനത്തെ അറ്റത്ത് നിന്ന് ഇങ്ങനെ സഫ് കെട്ടി വരും സ്ത്രീകൾ. ധാരാളമായ ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന പള്ളി. കൊച്ചുപള്ളികളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ സൗകര്യപ്പെട്ട പള്ളിയായിരുന്നു ആ കാലഘട്ടത്തിൽ പോലും വിശ്വാസം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ സഫുകൾ കൂട്ടത്തിൽ ഹൈറു സൂഫി റിജാലി അബൂൽഹ ഒഷറു ആഹ്ലുഹ, അങ്ങനെയാണ് വിശ്വാസം പറഞ്ഞത്. സഫ് എങ്ങനെ കേട്ടത്? സ്ത്രീകൾ സഫിൽ നിന്ന് ഏറ്റവും ഹൈറായത് അവസാന സഫാണ്, അറ്റത്തുള്ള സഫ്. പുരുഷന്മാരുടെ സഫിൽ നിന്ന് ഏറ്റവും ഹൈറായി ഒന്നാമത്തെ സഫ്. വേണ്ട അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെയായിരുന്നു സഫ് കൂടി. കാരണം മറയൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ത്രീകളുള്ള കാരണത്താൽ എന്ത് ചെയ്യുന്നു? സ്വലാം വീട് സ്വല്പ സമയം അവിടെ ഇരിക്കും. എന്തിനു വേണ്ടിയിട്ട്? സ്ത്രീകൾക്ക് പോകാൻ, സ്ത്രീ പുരുഷ മാര് തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്വല്പം അവിടെ ഇരിക്കും. സാഹിബന്മാർ എന്ത് ചെയ്യാൻ പാടില്ല? ഇരിക്കാൻ വിശ്വാസം എഴുന്നേക്കാതെ ഇരിക്കാൻ പാടില്ല. സാഹിബന്മാർ അവിടെ ഇരിക്കും ചെയ്യും. അങ്ങനെ സ്വല്പ സമയം ആ സ്ത്രീകൾ പോയി കഴിഞ്ഞു എന്ന് മനസ്സിലായി വിശ്വാസം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസം എഴുന്നേറ്റ് അപ്പുറത്ത് പോയി ദുആ ചെയ്യും. എന്തൊക്കെ ദുആകൾ ചൊല്ലി ദുആ ചെയ്ത് മറ്റും ചെയ്യും. എന്നാൽ ഖുതുബകളൊക്കെ തന്നെ ഒരു പ്രാർത്ഥന വിശ്വാസം എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കും. സാഹിബ് ആമീൻ പറയും. ജുമാ ഖുതുബകളിൽ അതേപോലെ മറ്റുള്ള ഖുതുബകളിലൊക്കെ തന്നെ ദുആ ചെയ്യുമ്പോൾ ആമീൻ ആമീൻ പറയും. അവിടെ അനുവദിച്ചു. അത് നമുക്ക് എന്തല്ല, നമുക്കും അനുവാദമുണ്ട്. നമ്മളെ ഖുതുബകളിലൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അത് നിർബന്ധം കൂടിയാണ്. മുഅ്മിനീങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഖുതുബൻ്റെ ഷർത്ത് കൂടിയായി നമ്മൾ പറയാറുണ്ട്, ചെയ്യാറുമുണ്ട്. അത് അന്യമാണ്. എന്നാൽ ഇവിടെ നമസ്കാര ശേഷം ഓരോ നമസ്കാര ശേഷം എന്തല്ല, അതാണ് ബിദഅത്ത്. അതാണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവം. അപ്പം നിസ്വാമി ശരിയില്ല, അതുകൊണ്ടാണ് ബിദഅത്തായത്. അപ്പോൾ നമുക്ക് ഒറ്റക്കൊറ്റക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അതുവരെ നമ്മൾ നമസ്കാരം ഒരേപോലെ നമ്മൾ എന്ത് ചെയ്തു? ഫാത്തിഹ ആമീൻ പറഞ്ഞു, നമസ്കരിച്ചു, സലാം വീടി. ഇനി നമുക്ക് ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. നമ്മളെ ഭാഷയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ധാരാളം പ്രാർത്ഥനകൾ ഖുർആനിലൂടെ ഹദീസിൽ വന്നിട്ട് അതും പ്രാർത്ഥിക്കാം. അതിനുള്ള അവസരമാണ് നമസ്കാര ശേഷം. ശബ്ദമായി ഇരിക്കുക, അതാണ് വേണ്ടത്. ചിലപ്പോൾ സുനിസ്കരിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ പിന്തുടർന്ന് നിസ്കരിക്കുന്നവരുണ്ടാവും. ആർക്കും ശല്യമില്ലാതെ എന്ത് ചെയ്യുക? നമ്മൾ അലങ്കോലം ഉണ്ടാക്കുക, ഒച്ചമുള്ളി ഉണ്ടാക്കാതെ ഇരിക്കുക, അതാണ് ഹൈർ. അതൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. ഒരു കൂട്ടരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ. പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ പോലും ഒച്ചത്തിൽ ഓതാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പതുക്കെ ഓതണ്ടേ പള്ളിയിൽ വെച്ച്. വീട്ടിൽ വെച്ച് നമുക്ക് ഉച്ചത്തിൽ ഓതാം. പള്ളിയിൽ പല ആളുകളും പങ്കെടുക്കുന്ന ഇതല്ലേ, നിസ്കരിക്കുന്നവരുണ്ടാവും, ഖുർആൻ പാരായണം ചെയ്യുന്നവരും. ആർക്കും തടസ്സപ്പെടുത്താൻ പാടില്ല. എന്നാൽ ഖുർആൻ ക്ലാസ്സുകൾ അതേപോലെ തന്നെ ഖുതുബകളൊക്കെ നമുക്ക് നടത്താം. അത് പൊതു കാര്യങ്ങളാണ്, അത് നടത്തിയിരുന്നു. പറഞ്ഞു വന്നത് നബിചര്യ പെട്ടതല്ല എന്ത് ജന്മദിനം കൊണ്ടാടുക എന്നുള്ളതാണ്. അത് ബിദ്അത്താണ്. അതേപോലെ തന്നെ സമസ്തക്കാർ പ്രമേയം എഴുതി പാസ്സാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് ഓരോന്ന് മരിച്ചുപോയ മഹാത്മാരോട് സഹായം ചോദിക്കുക, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുക, മൗലൂദ് റാത്തി ബദാത്ത് കുത്തുബിദ്അകളൊക്കെ തന്നെ അതൊക്കെ ബിദ്അത്തുകളാണ്. അതാണല്ലോ സഭ കൂടി പാസ്സാക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഖുർആനോ ഹദീസോ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ലേ അവർ പ്രമേയം പാസ്സാക്കേണ്ടിയിരുന്നത്. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വിശദമായി അവർ മനസ്സിലാക്കുക.
അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ അവർ എണ്ണിയിട്ട് മുഴുവൻ വിദ്യാർത്ഥികളാണ്. 51 അനാചാരങ്ങൾ മുഴുവൻ വിട്ടു നിൽക്കുക. ഇനി ഞാൻ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. മുമ്പാത്തെ ഖുത്ബയെ സംബന്ധിച്ച് ഉള്ള ഖുത്ബകൾ, ആ മുമ്പാത്തെ ഖുത്ബ അത് എന്താണ്, അതിൻ്റെ സാധാരണയായി നമുക്ക് അറബി ഭാഷയിലായതുകൊണ്ട് നമുക്ക് ആർക്കും സാധാരണക്കാർക്ക് തിരിയാറില്ല. പണ്ടൊക്കെ സമസ്തയിലായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സുന്നി എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു, സമസ്തക്കാർക്ക് അവരിട്ട പേരാണ് സുന്നി. നമ്മൾ എന്ത് ചെയ്യുന്നു, അസുന്നത്തുൽ ജമാഅത്ത്, അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്നാണ് പറയാം. നമുക്ക് സുന്നി എന്ന് പറഞ്ഞാൽ ഏത് ആചാരങ്ങളും സ്വീകരിക്കുക, അൽഫലാമില്ലാത്ത സുന്നി എന്നാണ് ഞാൻ പറയാം. അവർ പറയും ഞങ്ങളാണ് സുന്നികൾ. അപ്പോൾ നമ്മളെ മുജാഹിദീങ്ങൾ പറയും ഞങ്ങളാണ്, നിങ്ങൾ പറയണ്ട. ഞാൻ പറയും മുജാഹിദീങ്ങൾ നിങ്ങൾ പറയണ്ട. കാരണം നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്താണ് നമ്മളങ്ങനെ പറയുന്നത്. അവർ സുന്നി പറഞ്ഞാൽ എന്തും ചെയ്യാം എന്നുള്ളതാണ് സുന്നി. ഏത് സംസ്കാരം, ഏത് പരിഷ്കാരവും, ഏത് സമ്പ്രദായം ചെയ്യാവുന്നതിന് അൽഫലാമില്ലാത്ത സുന്നിയാണ് ഓല്. നമ്മളെന്ത് ചെയ്യുന്നു, അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. ചില മുജാഹിദീങ്ങൾ പറയും നമ്മളാണ് സുന്നികൾ, ഓരല്ല. ഒരു നെയ്യപ്പം നെയ്യില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവർ സുന്നി എന്ന് പറയുന്നത്. ഞാൻ പറയും എൻ്റെ സഹോദരന്മാർ വേണ്ടപ്പെട്ടവർ, നിങ്ങൾ പറയണ്ട, നമുക്ക് വേണ്ട ഓല സുന്നി. അത് അൽഫലാമില്ലാത്ത സുന്നിയാണ്. അൽഫലാമുള്ള സുന്നിയുണ്ട്, അൽഫലാമില്ലാത്ത സുന്നിയുണ്ട്. അതിൻ്റെ വ്യത്യാസം നബി സാഹിബ് ചോദിച്ച മാർഗം അസുന്നത്ത് അൽ ജമാഅത്ത്, അതാണ് അൽഫലാമുള്ള സുന്നി. നമ്മളതാണ്. അവരതിലോ അവരും വാപ്പമാർ ചെയ്തു പോകുന്നു. 31 അനാചാരങ്ങൾ സമസ്തക്കാർ ഇതിണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ അവരെ സുന്നി നമുക്ക് പഠിക്കാം. അത് നമുക്ക് വേണ്ട. അത് ആ സുന്നി ഓരെടുത്തോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മുബാത്തി ഖുത്ബ, സുന്നികളാണ് ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. മുജാഹിദീങ്ങൾ സലാം ചെല്ലാൻ പാടില്ല, അവർ വഴിവിക്കുന്നവരാണ്, വഴിവിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവർ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇമാമത്തും ഹാസിത്താനത്തിനും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അവരെ പള്ളിയിൽ ഓതുന്ന നബാത്തി ഖുത്ബയെ സംബന്ധിച്ചാണ്. ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. തിരിച്ചു പോയി ശബ്ദം. എന്താണ് നബാത്തി ഖുത്ബ? നമ്മൾ ഹെഡിങ് അതാണല്ലോ. ഹിജ്റ വർഷം 337, 3 നൂറ്റാണ്ട് കഴിഞ്ഞ് 37 വർഷം കഴിഞ്ഞിട്ട് ഓർക്കുക. അന്ന് എഴുതി ഉണ്ടാക്കപ്പെട്ട ഒരു അറബി ഖുത്ബയാണ് നുബാത്തി ഖുത്ബ. ഒരു സാഹിത്യകാരൻ എഴുതി ഉണ്ടാക്കിയതാണ്. ലോകത്തുള്ള ധാരാളം മിമ്പറുകളിൽ, കേരളത്തിൽ മാത്രമല്ല, ഈ ഖുത്ബ പാരായണം ചെയ്യാറുണ്ട്. നമുക്കൊക്കെ തോന്നും ഇത് ബാഹ്യമായി. ഞാൻ ആദ്യമൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഈ ഖുത്ബകളുണ്ടാവും എന്ത് ജന്മദിനം കൊണ്ടാടാനും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടാനും, അതേപോലെ തന്നെ മരിച്ചവരോട് സഹായം ചോദിക്കാനും, അത് നേർച്ചകളും വഴിപാടുകളൊക്കെ മൗലൂദ്, റാത്തീബ്, ഖുത്ബയൊക്കെ നടത്താനുള്ള ആഹ്വാനമായേക്കാം ഈ ഖുത്ബകൾ എന്നായിരുന്നു ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് അതിനെ സംബന്ധിച്ച് ഒന്ന് പഠിച്ചു അറിഞ്ഞു. എന്താണ്, പണ്ഡിതന്മാരല്ലല്ലോ നമ്മൾ, എങ്കിലും സാധാരണക്കാരൻ നമ്മളെ ചെറിയ അറിവ് വെച്ച് ഒന്ന് വായിച്ച് പഠിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ശരിക്ക് മുജാഹിദ് പള്ളികളിൽ പറയേണ്ട ഖുത്ബകളാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം യാതൊരു ശിർക്കിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ അതിലില്ല. ഇതുവരെ ഞാൻ ഓരോരോ ഖുത്ബകൾ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റബീഉൽ മാസം ആയതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിലെ ഖുത്ബകളാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ 5 ഖുത്ബകളാണ് ഓരോ മാസങ്ങൾക്കും അതിലുള്ളത്. റബീഉൽ അവ്വൽ മാസത്തിലും 5 ഖുത്ബകളുണ്ട്. ഈ 5 ഖുത്ബകളിൽ ഞാൻ കണ്ണോടിച്ച് നോക്കിയിട്ട് ഒരു ശിർക്കും ഒരു ബിദഅത്തും പ്രോത്സാഹനം നൽകുന്ന ഒരു വചനങ്ങളും ജന്മം കൊണ്ടാടാനുള്ള ഒരു പ്രോത്സാഹനം, അല്ലെങ്കിൽ ഇസ്തിഹാസ ഹൗസിൽ മരിച്ചവരോട് സഹായം ചോദിക്കാനും, മരിച്ചവരിൽ നേർച്ചകൾ അർപ്പിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാമം തേടാനുള്ള ഒരു വരികളും അതിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വാളെടുക്കാനോ മാഷർ വിളിക്കാനോ ഒന്നുമില്ല. വളരെ സാഹിത്യപരമായ വചനങ്ങൾ,
അള്ളാഹുവിൻ്റെ അസ്മാകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന് പുകഴ്ത്തിക്കൊണ്ട് ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ ഉത്ബോധനം ചെയ്യുന്ന വരികളാണ് ഈ നബാത്തി ഖുത്ബയിൽ പോലും ഉള്ളത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ റബീഉൽ മാസത്തിലുള്ള 5 ഖുത്ബകളും മരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 2 ഖുത്ബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. 2 ഖുത്ബകൾ, 1ഉം 2 ഖുത്ബ, 5 ഓരോ മാസത്തിലും 5 ഖുത്ബ വീതം ഉണ്ട്. പിന്നെ ഖുത്ബകളുണ്ട് ഒക്കെ. ഈ നബാത്തി ഖുത്ബ നിങ്ങൾ ഒരു ഏട് വാങ്ങി നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാം. ഓരോ മാസങ്ങൾക്കും 5 ഖുത്ബ വീതമുണ്ട്. 12 മാസങ്ങൾക്ക്. കാരണം എന്താണ്? ചില മാസങ്ങൾ 5 വെള്ളിയാഴ്ച ഉണ്ടാവും, ചില മാസങ്ങളിൽ 4 വെള്ളിയാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 വെള്ളിയാഴ്ച ഉണ്ടാവും, ബേജാറാകണ്ട. 5ാമത്തെ ഖുത്ബ ഓതിയാൽ മതി. 4 വെള്ളിയാഴ്ച ഉള്ളുവെങ്കിൽ 5ാമത്തെ ഖുത്ബ ഓതും വേണ്ട. ഈ വിഷയങ്ങളൊക്കെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ടാവും, ബന്ധവും ഉണ്ടാവും. ഇനി 5ാമത്തെ ഖുത്ബ ഓതിയില്ല എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ള 4 ഖുത്ബകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ സാരാംശങ്ങൾ ഉണ്ടാവും. വളരെ അത്ഭുതപ്പെട്ട ഖുത്ബകൾ, ഓരോന്നും ആകർഷണീയമായ ഖുത്ബകൾ. എനിക്ക് തോന്നുകയാണ് അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഖതീബന്മാർ, മുജാഹിദ് ഖതീബന്മാർ അത് പഠിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, എഴുതിയെടുത്തുകൊണ്ട് ഓരോ മാസത്തിലും പറയേണ്ട കാര്യങ്ങൾ പ്രത്യേകം അതിലെന്ത് ചെയ്യുന്നു ഉണർത്തിയിട്ട് അത് പഠിച്ചറിഞ്ഞുകൊണ്ട് ഖുർആനും ഹദീസും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അത് നമുക്ക് അതിൽ വളരെയധികം പോയിൻറ്റ്സുകൾ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു മാർഗദർശനമായി സ്വീകരിക്കാനുള്ള, നമുക്ക് ആകർഷണീയമായ, ജനങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും ഓരോരോ മാസങ്ങളിൽ ഊന്ന് നൽകിക്കൊണ്ട് പറയുന്ന ഒരു ഖുത്ബ തന്നെയാണ്. അത് അറബിയിലായിപ്പോയി എന്നുള്ള അപകടം മാത്രമുള്ളൂ. അറബിയിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ലല്ലോ. സമസ്തക്കാർ അത് എന്നാണോ അവർ മലയാളത്തിൽ അതിൻ്റെ തർജ്ജം പറഞ്ഞു കൊടുക്കുന്നു, അന്ന് സമുദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം 1ാമത്തെ ഖുത്ബയും 2ാമത്തെ ഖുത്ബയിലും റബീഉൽ മാസത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് സ്വല്പമായ ഒഴിവുപോലെ ഇതേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണെന്നുള്ളത് ചുരുക്ക വിവരങ്ങൾ തുടർന്നുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുറേശ്ശെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ദീർഘിച്ചു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് ആണ് പറയുന്നത്. മരണത്തെ ഓർക്കാനാണ് ബാക്കിയുള്ള 3 ഖുത്ബകളിലും പറയുന്നത്. അഖിറു സിക്കറ ഹാദിമുൽ ലദ്ദാത്ത്, ആണ്ടി കഴിക്കാൻ വേണ്ടി അല്ല പറയേണ്ടത് കേട്ടോ. ഇനി മരണത്തെ ഓർക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസം വഫാത്ത് വിശ്വാസം ആണ്ടി കഴിക്കണം, അതിനെപ്പറ്റി അല്ല പറഞ്ഞത്. വിശ്വാസം വഫാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ അതേപോലെ തന്നെ അക്കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മളെ മരണത്തെ അഖിറു സിക്കർ ഹാദിമുൽ ലദ്ദാത്തിൽ മൂത്ത് വിശ്വാസം പറഞ്ഞല്ലോ. അഖിറു ദിക്കർ ഓർമ്മകൾ ലദ്ദാത്തിൽ മൂത്ത്, ഈ ഹലോ ജീവിത സുഖ സൗകര്യങ്ങളെ പറ്റി ഇല്ലാതാക്കി കളയുന്ന ചിന്തകളെ നിങ്ങൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ഇഹലോകം നമുക്ക് ശാശ്വതമല്ല, പരലോകമാണ് നമ്മുടെ ശാശ്വത ഭവനം. അങ്ങോട്ട് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, കുറ്റകുറ്റങ്ങൾ വിട്ടു നിൽക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. മരണം മുമ്പിലുണ്ട്, ആ ഒരു ബോധം എന്ത് ചെയ്യുക, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ദുനിയാവിന് വേണ്ടിയുള്ള സമ്പാദ്യങ്ങൾ നിർത്തുക, പരലോകത്തേക്കുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കുക, തെറ്റുകുറ്റങ്ങൾ വിട്ടകന്ന് നിൽക്കുക, പശ്ചവിച്ചു കൊണ്ടിരിക്കുക, മരണത്തെ ഓർക്കുക, നമ്മളെ വീട് ഖബറിനെ ചിന്തിക്കുക, പരലോകത്തെ ചിന്തിപ്പിക്കുക എന്ന ഖുത്ബകളാണ് എന്തുള്ളത്. 3ഉം 4ഉം 5ഉം മരണത്തെ ഓർമ്മിപ്പിക്കുന്ന, ഖിയാമത്ത് നാളെ ഓർമ്മിപ്പിക്കുന്ന ഖുത്ബകളാണ് റബീഉൽ അവ്വലിലെ 5 ഖുത്ബകളും. അത് നിങ്ങൾക്ക് ആർക്കും ചെയ്യണം, വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയെങ്കിൽ മനസ്സിലാവും. നബാത്തി ഖുത്ബ, അതായത് സമസ്ത പള്ളികളിൽ ഓതുന്ന ഖുത്ബ. എല്ലാ പള്ളികളിലും ഈ റബീഉൽ മാസത്തിൽ ഓതി ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു ഖുത്ബയിലുണ്ടോ ജന്മദിനം കൊണ്ടാടാൻ? നമുക്ക് ചോദിക്കണം, അവരോട് നിങ്ങൾ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ പറ്റിയല്ലേ 1, 2 പറഞ്ഞിട്ടുള്ളത്? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ മാസത്തിലാണ് വഫാത്തായിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്, ജന്മദിനം കൊണ്ടാടുന്നത്? വിശ്വാസം പറഞ്ഞില്ലല്ലോ, സാഹിബ്മാരെ പഠിപ്പിച്ചു തന്നില്ലല്ലോ. പിന്നെ എന്തിന് നിങ്ങൾ ചെയ്യുന്നു? നിങ്ങൾ ഖുത്ബ ഓതുന്നു എന്തിന്? ജനങ്ങൾക്ക് ഉത്ബോധനം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ? അറബിയിലായതുകൊണ്ടല്ലേ ജനങ്ങൾക്ക് ഉത്ബോധനം ഇല്ലാതെ ഇരിക്കുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളെ ജന്മദിനത്തിൽ ആരും കൂടുന്നത്? നിങ്ങൾ ഈ നബാത്തി ഖുത്ബ എങ്ങാനും അറബി ഉള്ളത് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ പിന്നിൽ
അണികളുണ്ടാവില്ല. നിങ്ങൾക്ക് ജന്മദിനം കൊണ്ടാടാൻ ആൾക്കാരുണ്ടാവില്ല. അതാണ് റബീഉൽ മാസത്തിലെ 1ഉം 2ഉം മിസ്വായുസ്മി വഫാത്തിനെ സംബന്ധിച്ച് പറയുന്ന ഖുതുബകളിലൂടെ നമുക്ക് ഉണ്ടാവുന്നത് ഭയപ്പാട്, മരണത്തെ പറ്റി. പിന്നീട് 3 ഖുതുബകളും നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നവരെ ഓരോരുത്തരും ഭയപ്പെടേണ്ട മരണത്തെ എങ്ങനെയാണ്, മരണത്തിന് കണ്ണിലും കാണിച്ചു തരാണ്. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരണം ഉണ്ടാകേണ്ടത് എന്നുള്ളതിലേക്കാണ് ബാക്കിയുള്ള 3 ഖുതുബകളും. അപ്പം 5 ഖുതുബകളാണ് റബീഉൽ മാസത്തിൽ. ഈ 5 ഖുതുബകളിലും ആദ്യത്തെ 2 ഖുതുബകളിൽ വിശ്വാസിയുടെ മരണത്തെ വഫാത്തിനെ സംബന്ധിച്ച്, ബാക്കിയുള്ള ഖുതുബകൾ നമ്മളൊക്കെ തന്നെ ജീവിച്ചിരിക്കുന്നവരൊക്കെ തന്നെ മരണപ്പെടും. അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരുക്കങ്ങൾ, ആ ഒരുക്കങ്ങളിലേക്കുള്ള ഉത്ബോധനമാണ് ഈ റബീഉൽ മാസത്തിൽ 5 ഖുതുബ നൽകുന്നത് എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ ഖുതുബകളിലുള്ള അല്പസ്വല്പമെങ്കിലും ആയിട്ട് ഇതേപോലെ വെള്ളിയാഴ്ച ഖുതുബകളിൽ, വെള്ളിയാഴ്ച ഇതേപോലുള്ള ക്ലാസ്സുകളിൽ, ഫ്രൈഡേ ക്ലാസ്സുകളിൽ ഒതുക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ സമസ്തയുടെ പ്രമേയം എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പഠിച്ചറിയണം. അള്ളയും റസൂൽ പഠിപ്പിക്കാത്ത പ്രമേയമാണത്. ബിദ്അത്തുകളിലേക്ക്, ദലാലത്തേക്ക് നയിക്കുന്ന പ്രമേയമാണത്. അതിന് സത്യപ്പെടുത്തിക്കൊണ്ട് ഖുർആനും ഹദീസും അവരെന്ത് ചെയ്യുന്നു, തിരുമറി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ള പൂശിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണ് പറയാൻ. ഇസ്ലാമിന് വെള്ള പൂശിക്കൊണ്ട് ഇല്ലാത്തത് കളർ കൊടുക്കുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിശാചിന് കെണിയിൽ പെട്ടുപോയിരിക്കുന്നു. പണ്ഡിതന്മാർ പോലും പിശാചിന് കെണിയിൽ പെടും. അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ധാരാളം പണ്ഡിത പുരുഷന്മാർ ജനങ്ങളെ സമ്പത്ത് അന്യമായി തിന്നുന്നു, യഥാർത്ഥമായി തിരിച്ചു വിടുന്നു, അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റി ജീവിക്കുക എന്നത് ആരാധനകൾ അർപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാറ്റത്തിരുത്തുകൾ വരുത്തി ജൂത ക്രിസ്ത്യാനികൾ ഖുർആൻ വേദഗ്രന്ഥങ്ങളിൽ അതും എന്ത് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്ത് തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തിരുമറികളൊക്കെ തന്നെ ഖുർആൻ ഈ തിരുമറി നടത്തിക്കൊണ്ട് സമുദായം ഇവിടെ ഉണ്ടാവും എന്നുള്ളതിലേക്കാണ് അല്ലാഹു തആല ഖുർആനിൽ കാര്യം എടുത്തു തിരിച്ചിട്ടുള്ളത്. പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റി ജീവിക്കരുത് എന്നുള്ളതിനാണ് ധാരാളമായി സമ്പത്തുകൾ അന്യമായ മാർഗത്തിൽ തിന്നും അവരെ യഥാർത്ഥമായി തിരിച്ച് വിടും എന്നുള്ള കാര്യം ഉണർത്തിയത്. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഖുർആനും ഹദീസും പഠിച്ചറിയുക. അള്ളാഹിൻ്റെ റസൂല് എന്തൊക്കെ പഠിപ്പിച്ചെന്നുള്ള സഹാബിമാർക്ക് മാ അനായ സഹാബി ഒറ്റ പ്രമേയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റി ജീവിക്കുക. ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പഠിച്ചറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അറിഞ്ഞോ അറിയാതെ വന്ന തെറ്റുകുറ്റങ്ങൾ, വാചകത്തിലോ സംസാരത്തിലോ വന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ, ഈ ശ്രോതാക്കളോട് ഞാൻ പറയുന്നത്, അബദ്ധവശാൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കേൾക്കുമ്പോൾ തന്നെ അബദ്ധം വന്നതാണ് എന്ന് കരുതി അത് പിന്നാലെ കൂടരുത്, പരിഹസിച്ച് കളിയാക്കാനും ഒരുങ്ങരുത്. അള്ളാഹുവിനോട് പൊറുക്കം തേടുക. നിങ്ങൾക്കും എനിക്കും യഹ്ഫുറുല്ലാഹുലക്കും, നിങ്ങൾക്കും എനിക്കും അള്ളാഹ് പുറത്തിരട്ടെ. അദ്ദേഹം നല്ലതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞാൻ നല്ലതാണ് ഉദ്ദേശിച്ചതെന്ന് കരുതി നീ അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കണം തേടണം. എനിക്ക് വേണ്ടിയും കൂടി വസീയത്ത് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അള്ളാഹ് പുറത്തിരട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان ولك البلاغ. لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما
إنها ساءت مستقرا مقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടും രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ധാരാളമായി പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പഠിച്ച തമ്പുരാനെ എല്ലാം പുറത്തേണേ തമ്പുരാനെ. ഞങ്ങൾക്ക് കടങ്ങളുണ്ട്, ധാരാളമായി ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പലർക്കും പല പ്രയാസങ്ങളുണ്ട്. എല്ലാം നിനക്കറിയാവുന്നതാണ് തമ്പുരാനെ നീ. അതുകൊണ്ട് ഞങ്ങൾ നീ പുറത്തേണമേ. ഞങ്ങൾക്ക് ഇന്നോടെല്ലാം മറ്റാരും ദ്വാ ചെയ്യാനില്ല. ആ ദ്വാ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇൽമ് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമേ. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരികൾ പിൻപറ്റി ജീവിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി ജീവിക്കുന്ന മുത്തബി റസൂലുള്ളാഹി ജീവിക്കാൻ നീ ഞങ്ങൾ തൗഫീഖ് നൽകണമേ. തൗഹീദ് എന്ത് ശിർക്കെന്ന് മനസ്സിലാക്കി ശിർക്കിൽ വിട്ടുനിന്നുകൊണ്ട് തൗഹീദ് കൊണ്ട് ജീവിക്കുവാൻ നീ ഞങ്ങൾ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.